ലോർഡ്, കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ ദിവസത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്ന് പ്രഭാതം ദൈവം നൽകിയിരിക്കുന്ന ദൈവികമായ ഒരു ചിന്ത നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചിന്തിക്കാം. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഒന്ന് ശബ്ദമുയർത്തി വായിക്കാം. Listen to me, you who know righteousness, you people in whose heart is my law. Do not fear the reproach of men, nor be afraid of their insults. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. ആമേൻ. ഇന്ന് യെശയ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു ചിന്തയുടെ ടൈറ്റില്, നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത്. ഇന്ന് ഭയം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. എപ്പോഴും ഭയവും ഭീതിയും നാളത്തെക്കുറിച്ചുള്ള ചിന്തകളും മുന്നോട്ട് കടന്നു പോകുന്ന യാത്രകളും മുന്നോട്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിത നിലവാരങ്ങളെയും സാഹചര്യങ്ങളിലൊക്കെയും നാം ഭയപ്പെടുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് ദൈവം നമ്മൾ പറയുന്ന ഇന്ന് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെയും ഭയം പലപ്പോഴും ഉളവാകാറുണ്ട്. ഈ ഭയം നമ്മെ നമ്മുടെ ഹൃദയം നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പ്രവാചകൻ പറയുകയാണ്, നീതിയെ അറിയുന്നവരും. നീതി എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നീതിയാണ്. അവൻ നമുക്ക് നീതിയായി, വീണ്ടെടുപ്പായി, ശുദ്ധീകരണമായി തീർന്നുവെന്ന് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവാണ് നമ്മൾ നീതിയെ അറിയുന്നവരും. നീതി ആരാണ്? യേശു ക്രിസ്തുവിനെ അറിയുന്നവരും. അടുത്ത് നമ്മൾ കാണുന്ന ഹൃദയത്തിൽ ന്യായപ്രമാണം ഉള്ള ജനവുമായുള്ളവരെ. ഹൃദയത്തിൽ ന്യായപ്രമാണം അറിയുന്ന ഒരു ജനമെന്ന് പറയുമ്പോൾ ആമേൻ 1-ാം സങ്കീർത്തനത്തിൽ അവിടെ നമ്മൾ കാണുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ കാണുന്നു. സങ്കീർത്തനം 1-ാം സങ്കീർത്തനം നമ്മുടെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അവിടെ ഇങ്ങനെ അതിൻ്റെ 2-ാം വാക്യത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവം പറയുന്നു, നിങ്ങൾ ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവുമായുള്ളവരെ. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം, അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തന്ന സകല ദൈവത്തിൻ്റെ വചനങ്ങളും നമുക്ക് തന്നിരിക്കുന്ന 66 പുസ്തകത്തിലുള്ള സകല വചനങ്ങളും ദൈവത്തിൻ്റെ ശ്വാസമാണ്. അത് നമ്മൾക്ക് തന്ന ദൈവിക വചനങ്ങളാണ് എന്ന് നമുക്കതിനെ കാണുവാൻ കഴിയും. അപ്പോൾ ഈ വചനത്തിൽ വിശ്വസിക്കുകയും വചനത്തെ അനുസരിക്കുകയും വചനം ഹൃദയത്തിൽ ന്യായപ്രമാണം ഉള്ള ജനവുമായുള്ളവരെ. അപ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ ഒന്നാമതായി നീതിയെ അറിഞ്ഞവരാണ്. അതായത് യേശു ക്രിസ്തു നമുക്ക് നീതിയായി തീർന്നു. യേശു ക്രിസ്തു നമുക്ക് വിശുദ്ധീകരണമായി തീർന്ന ആ യേശു ക്രിസ്തുവിനെ ഞാനും നിങ്ങളും അറിഞ്ഞെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ യേശു ക്രിസ്തു എനിക്ക് നീതിയായി തീർന്നു. ആ നീതിയെ ഞാൻ അറിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ അത് എഴുതുവാനിടയായി തീർന്നു. പഴയ നിയമത്തിൻ്റെ ആ കവനന്റിൽ നിന്ന്, ആ പഴയ നിയമത്തിൻ്റെ അതിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വന്നപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ വചനങ്ങളെ ഞാൻ എഴുതും, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ ഞാൻ ആക്കും എന്ന് ദൈവം അവിടെ ഒരു പുതിയൊരു ഒരു കവനന്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി ചെയ്യുവാനിടയായി തീർന്നു എന്നത് ഈ വചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. അവിടെ പറയുകയാണ്, ഇവിടെ ആ ദൈവത്താൽ വിളിക്കപ്പെട്ട, ദൈവത്തെ അറിയുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവവചനത്തിൽ സന്തോഷിക്കുകയും ദൈവവചനത്തിലുള്ള വിടുതലും കാണുന്ന ഒരു ഭക്തനോട് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനോട്, ഒരു ദൈവ മകളോട് ദൈവം പറയുകയാണ്,
എൻ്റെ വാക്ക് കേൾക്കുവിൻ. ആമേൻ. ദൈവവചനത്തിൽ സങ്കീർത്തനത്തിൽ ഒരു വാക്യം കാണുന്നു, മക്കളെ വന്ന് ചെവി തരുവിൻ, ഞാൻ എൻ്റെ യഹോവയുടെ ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കാണുകയാണ്. അപ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ വാക്ക് കേൾപ്പിൻ. അപ്പോൾ നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ആമേൻ, പറയാൻ താമസമുള്ളവരും കേൾക്കാൻ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരുമായിരിക്കണമെന്ന് ദൈവം പറയുമ്പോൾ, നാം കേൾക്കുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, ദൈവശബ്ദത്തെ കേൾക്കുവാൻ വിളിക്കപ്പെട്ടവരും, ദൈവത്തെ നീതി അറിഞ്ഞവരും, ദൈവന്യായപ്രമാണം ഹൃദയത്തിലുള്ളവരും, അതുപോലെ അവിടെ കാണുന്നു, എൻ്റെ വാക്ക് കേൾക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. എന്താണ് പറയുന്നത്? നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. മനുഷ്യൻ നമ്മെ നിന്ദിക്കുമ്പോൾ, നമ്മൾ ഇന്ന് സങ്കീർത്തനത്തിലൂടെ 112 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യത്തിൽ നമ്മൾ കണ്ടു, ദുർവർത്തമാന നിമിത്തം നീ ഭയപ്പെട്ടു പോകരുത്, നിന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കട്ടെ എന്ന് ദൈവവചനത്തിൽ കാണുകയാണ്. നമ്മെ പലപ്പോഴും നമ്മെ കുറ്റപ്പെടുത്തുവാൻ, നമ്മെ വാദമുഖങ്ങൾ ഏൽപ്പിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ മുറിവുകൾ ഏൽപ്പിക്കുവാൻ കടന്നു വരുന്ന ചില മനുഷ്യരെ നാം തിരിച്ചറിയുമ്പോൾ, അവരുടെ നിന്ദയെ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടുകരുത്. ആമേൻ. ദൈവസന്നിധിയിലേക്ക് നമുക്കറിയാം, ആമേൻ, ദാവീദ് രാജാവാകുന്ന ആ ദാവീദ് രാജാവ് കടന്നു പോകുമ്പോൾ, ദൈവത്തിൻ്റെ അഭിഷക്തനായ ദാവീദ് രാജാവ് കടന്നു പോകുമ്പോൾ, അവിടെ ശെമയ എന്ന് പറയുന്ന ആ ഒരുവൻ വന്നിട്ട് അവനെ ആമൻ ശപിക്കുകയാണ്, അവനെ നിന്ദിക്കുകയാണ്. നീച പാപി, പോയി നീ ചാക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ വഴക്ക് പറയുന്ന ഒരു സന്ദർഭം നമ്മളെ വചനത്തിലൂടെ നമ്മൾ കാണുന്നു. അപ്പോൾ ദാവീദ് അവിടെ പറയുകയാണ്, നീ എന്നെ ശപിക്കുവാനും നീ എന്നെ പ്രാകുവാനും ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് ചെയ്തോ, പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ അഭിഷക്തനാണ്, ഞാനൊരു ദൈവവൈതലാണ് എന്ന് അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ പറയുന്നതായിട്ട് നമുക്ക് കാണുകയാണ്. അവൻ മണ്ണും വാരിയിട്ടുകൊണ്ട്, കല്ലും മണ്ണും വാരി എറിഞ്ഞുകൊണ്ട് അവൻ പ്രാകുകയാണ്, നിന്ദിക്കുകയാണ്. ആമേൻ. അവനോട് പറയുകയാണ്, ദാവീദേ, നീ നീച, നീ പാവി, നീ നശിച്ചു പോകുമെന്നൊക്കെ പറയുമ്പോൾ ദാവീദ് പറയുന്നു, ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ശപിക്കുവാൻ, എന്നെ നിന്ദിപ്പാൻ ദൈവം അവനെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്തു കൊള്ളട്ടെ എന്ന് ദൈവസന്നിധിയിലേക്ക് അവൻ തന്നെ പരമേൽപ്പിക്കുകയാണ്. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ആമേൻ അനുഭവങ്ങൾ. നമ്മെ നിന്ദിക്കുമ്പോൾ, നമ്മെ ഭയപ്പെടുത്തുവാൻ നോക്കുമ്പോൾ, ദുർവർത്തമാനം പറയുമ്പോൾ, നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ അക്യൂസ് ചെയ്യുമ്പോൾ, നമ്മുടെ ഹൃദയം ദൈവത്തിൽ തന്നെ ഉറച്ചിരിക്കുവാനായിട്ടാണ് ദൈവം പറയുന്നത്. കാരണം നിങ്ങൾ നീതി അറിഞ്ഞവരാണ്, യേശു ക്രിസ്തുവിനെ അറിഞ്ഞവരാണ്, യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ അനുസരിക്കുന്നവരാണ്, ന്യായപ്രമാണം നിങ്ങളുടെ ഹൃദയത്തിലുള്ളവരാണ്, ദൈവത്തിൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. ഹല്ലേലൂയ. അവരുടെ ദൂഷണങ്ങളെ നിങ്ങൾ പേടിക്കുകയും അരുത്. നമ്മെ നിന്ദിക്കുവാൻ കടന്നു വരുന്ന ആ സൈന്യങ്ങളെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകരുത്. അവരെ നിന്നയെ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത് എന്ന് ദൈവവചനത്തിലൂടെ കാണുന്നു. അതിൻ്റെ യെശയ്യാവ് 51 തന്നെ അതിൻ്റെ 12 വാക്യം ഒന്ന് വായിക്കാം. അതിൻ്റെ യെശയ്യാ പ്രവാചകൻ നമ്മൾ ഇന്ന് വായിച്ചതിൻ്റെ 51 അതിൻ്റെ 12 വാക്യം. I am he who comforts you. Who are you that you should be afraid of a man who will die, and of a son of a man who will be made like grass? ഞാൻ തന്നെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്തിനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ? ആമേൻ. ഇവിടെ ദൈവവചനത്തിലൂടെ, പ്രവചന വാക്യത്തിലൂടെ വീണ്ടും നമ്മെ ഉറപ്പിക്കുകയാണ്, ഞാൻ തന്നെ. അത് കർത്താവ് പറഞ്ഞതുപോലെ, മോശയോട് പറഞ്ഞതുപോലെ, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നരുളി ചെയ്ത ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ,
ആമേൻ, ഞാനാകുന്നവൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം പറയുകയാണ്. നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് പറയുകയാണ്. എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആര്? ആമേൻ, നമുക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. നമ്മൾ ആരെ ഭയപ്പെടണം? ആമേൻ, ഇന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ 112 കേട്ടു. അവൻ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ നടക്കുന്ന ഏത് മനുഷ്യനും ഭാഗ്യവാനെന്ന് ദൈവവചനത്തിൽ പറയുന്നത് പോലെ. അപ്പോൾ ദൈവവചനത്തെ നാം അനുസരിക്കുമ്പോൾ, ദൈവവചനത്തെ നാം ധ്യാനിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, മരിച്ചു പോകുന്ന ആമേൻ ഓടിപ്പോകുന്ന നിഴൽ പോലെ, വാടിപ്പോകുന്ന പുഷ്പം പോലെ ഒരു മനുഷ്യൻ നമ്മെ നിന്ദിക്കുവാൻ, നമ്മെ ഭയപ്പെടുവാൻ കടന്നു വരുമ്പോൾ, മർത്തിനെയും അത് കഴിയുന്നു പുല്ലുപോലെ ആയിത്തീരുന്ന ഒരു മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആര്? നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന മാനുഷികമായ ഭയം, അത് നമ്മെ കെണിയിലേക്ക്, നമ്മളെ സ്നേറിലേക്ക്, ആ കെണിയിലേക്ക്, ആ കുടുക്കിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീരും. നമ്മളെല്ലാ ഭയവും ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതങ്ങളുടെ മേൽ, എല്ലാ ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളെയും യേശുവിൻ്റെ നാമത്തിൻ്റെ മേൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒരു അത്ഭുതകരമായ ഒരു വിടുതലുകൾ കാണുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമിടയാ. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാനാകുന്നു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നവനാ, എൻ്റെ ആശ്വാസം നിനക്ക് പകരുന്ന ഒരു ദൈവമാ. നീ മർത്യനെ ഭയപ്പെടരുത്, പുല്ലിനെ പോലെ വാടിപ്പോകുന്ന, പുഷ്പത്തെ പോലെ ഉണങ്ങിപ്പോകുന്ന അല്പായുസ്സുള്ള മനുഷ്യനെ നീ ഭയപ്പെട്ടു പോകരുത് എന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു വചനത്തിലേക്ക് കടന്നു പോകാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കാം. 6 എസെക്കിയേൽ ചാപ്റ്റർ 2 verse 6. നീയോ മനുഷ്യപുത്ര, അവരെ പേടിക്കരുത്. പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവർ മത്സരഗൃഹമല്ലോ, നീ അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയുമരുത്. And you, son of man, do not be afraid of them, nor be afraid of their words. Though briars and thorns are with you, and you dwell among scorpions, do not be afraid of their words or dismayed by their looks, though they are rebellious house. ആമേൻ. വീണ്ടും ദൈവം നമ്മോട് പറയുന്നു, നീയോ മനുഷ്യപുത്ര, ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന ഒരു മകനും ആളായിരിക്കും നമ്മോട് ദൈവം പറയുകയാണ്, അവരെ പേടിക്കരുത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഭയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. പറക്കാരെയും മുള്ളും നിന്റെ അരികെ ഉണ്ടായാലും പലപ്പോഴും മുള്ളിൻ്റെ അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, വേദനിപ്പിക്കുന്ന ആമേൻ. യോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, എന്നെ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാർ, അവൻ്റെ സഹോദരന്മാർ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാർ അവൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് അവൻ കുത്തുവാക്കുകൾ പറയുമ്പോൾ അവൻ അവിടെ എഴുതി, എന്നെ വേദനിപ്പിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെന്ന് അവിടെ എഴുതുവാനിടയായി തീർന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാർ അടുത്തു വന്ന് നമ്മെ ഇൻസൾട്ട് ചെയ്യുവാൻ, നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തുന്ന, ദൈവിക ശുശ്രൂഷയ്ക്ക് തടങ്കലിടുന്ന, നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയെ മന്ദിക്കുന്ന ആ ശക്തിയെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ പറക്കാരെയും മുള്ളും അരികെ ഉണ്ടായാലും തേളുകളുടെ ഇടയിൽ പാർത്താലും, തേളുകൾ നമ്മെ കുത്തുവാനായിട്ടുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അത് അവനൊരു തേളായിരിക്കത്തില്ല. തേള് പോലെയുള്ള വാക്കുകളാൽ നമ്മെ കുത്തിക്കളയുവാൻ, നമ്മെ ഇൻസൾട്ട് ചെയ്യുവാൻ കടന്നു വരുന്ന ആ മനുഷ്യൻ്റെ ആ കെണിയെ, ആ മനുഷ്യൻ്റെ വാക്കുകളെ നാം മനസ്സിലാക്കണം. അപ്പോൾ അവർ മത്സരഗ്രഹമാണ്, നീ അവരുടെ വാക്ക് പേടിക്കരുത്, അവരുടെ നോട്ടം കണ്ട് നീ ഭ്രമിക്കരുത്. നമ്മളെ ഇങ്ങനെ തുറിച്ചു നോക്കുന്ന ആ നോട്ടങ്ങൾ കണ്ടുപോലും നിങ്ങൾ ഭയപ്പെടരുതെന്ന് ദൈവമെന്ന് നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ. ഇത്രമാത്രം വളരെ നമ്മളെ ഉറപ്പുവരുത്തുന്ന ഒരു ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു പോകാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം. മാത്യു ചാപ്റ്റർ 10 verse 28. മാത്യു ചാപ്റ്റർ 10:28. ദേഹിയെ കൊല്ലാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹിയെയും ദേഹത്തെയും
നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവൻ. And do not fear those who kill the body but cannot kill the soul, but rather fear him who is able to destroy both soul and body in hell. ആമേൻ. വീണ്ടും യേശു തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആമേൻ. അതുപോലെ തന്നെ നമുക്ക് ലൂക്ക് 12:4-5 സെയിം വാക്യങ്ങൾ തന്നെ അവിടെ നമ്മൾ കാണുകയാണ്. ലൂക്ക് 12:4-5 ഒന്ന് വായിക്കാം. And I say to you, my friends, do not be afraid of those who kill the body and after that have no more that they can do. But I will show you whom you fear. Fear him who, after he has killed, has power to cast into hell. Yes, I say to you, fear him. ആമേൻ. ഇവിടെ മത്തായി സുവിശേഷം ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെ നരകത്തിൽ നശിപ്പിച്ച് കളയുവാൻ കഴിയുന്നവരെ നമ്മൾ ഭയപ്പെടുവിൻ. നമ്മുടെ ഭയം ആരിലാണ്? ദൈവഭയം സർവജയമാണെന്ന് ദൈവവചനത്തിലൂടെ നിങ്ങൾ കാണുകയാണ്. ദൈവഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആമേൻ. മാനുഷികമായ ഭയമല്ല, ദൈവഭയം നമുക്ക് സകലത്തെയും ജയിക്കുവാൻ നമുക്ക് ദൈവമിടയായി തീരുകയും ദൈവവചനത്തിൽ കാണുന്നു. പിന്നെ എന്നാൽ എൻ്റെ സ്നേഹിതന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവനെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങളെ അതേ വാക്യം തന്നെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ആമേൻ. 1 John chapter verse 18. 1 John chapter 4:18. 1 John. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിനും ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ആമേൻ. ഇവിടെ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു, സ്നേഹത്തിന് ഭയമില്ല. എന്ത് സ്നേഹത്തിനാണ്? ദൈവസ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയണം. കർത്താവിൻ്റെ ക്രൂശിലെ മരണത്തോളം അവസാനത്തോളം ആ യൂദയെ സ്നേഹിച്ചു എന്ന് ദൈവവചനത്തിൽ നമ്മൾ കാണും. അപ്പോൾ യേശുവിൻ്റെ സ്നേഹം എത്ര അവർണ്ണനീയമാണ്. യേശു ക്രിസ്തു എത്രമാത്രം നമ്മെ സ്നേഹിച്ചു. ആ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോൾ ആമേൻ, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം. അപ്പോൾ ഭയത്തിൽ നാം ദണ്ഡനം അനുഭവിപ്പാൻ, ഹൃദയത്തിൽ വേദനകൾ അനുഭവിപ്പാൻ ഇടയായിത്തീരും. ആ ദണ്ഡനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരും. അപ്പോൾ തികഞ്ഞ സ്നേഹം എന്തിനെ പുറത്താക്കി കളയും? നമ്മുടെ ജീവിതത്തിൽ ഇരുന്ന ഭയങ്ങൾ, നമ്മെ നിന്ദിക്കുന്ന, നമ്മെ കുറ്റപ്പെടുത്തുന്ന, തേളുകളെ പോലെ കുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടമ്പോൾ, ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോൾ ആ സ്നേഹം എന്താ ചെയ്യും? ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. ആ ഭയത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് ദൈവം ഇടയായി തീരും. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, റോം 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതില്ല, അസ്തിത്വത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൽ ആത്മാവിനെ എത്ര പ്രാപിച്ചു. ആമേൻ. ഇവിടെ ദൈവം നമുക്ക് അധികം ഉറപ്പായി തരുന്ന ഒരു വചനമാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരികയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങളുടെ സകല സത്യത്തിലും ദൈവം നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ പറയും, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ എന്താണ്? അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് ഭയപ്പെടുത്തി കളയുന്ന ആത്മാവല്ല, അത് പേടിപ്പിച്ച് കളയുന്ന ആത്മാവല്ല. ആരെങ്കിലും പേടിപ്പിക്കുവാൻ വന്നാൽ പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ച അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവ് ദൈവം നമുക്ക് ആമേൻ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുവാൻ ഒരു കാരണമില്ല. ഹല്ലേലൂയ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുകയാണ്. അപ്പോൾ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഏതാണ്? അത് ഒരു ദാസ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അടിമത്വത്തിൻ്റെ അല്ലെങ്കിൽ താഴ്ചയിലേക്ക് തള്ളിക്കളയുന്ന ഒരു ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെന്താണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ, യേശു ക്രിസ്തു പുത്രത്വത്തിൻ്റെ ആത്മാവ്. ആ യേശു ക്രിസ്തു പോയപ്പോൾ പറഞ്ഞല്ലോ, ഇതാ എൻ്റെ പരിശുദ്ധാത്മാവെന്ന കാര്യത്തെ ഞാൻ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. ആ പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും സകല ഭയത്തിലും സകലത്തിലും നിങ്ങളെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരുമെന്ന്
ദൈവവചനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നല്ലോ. അപ്പോൾ എന്താണ് ദാസ്യത്തിൻ്റെ സ്പിരിറ്റ്, എന്താണ് ദാസ്യത്തിൻ്റെ ആത്മാവെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഗലാത്യർ ചാപ്റ്റർ 4 വേഴ്സ് 28-29 എന്ന് വായിക്കാം. ഗലാത്യർ ചാപ്റ്റർ 4:28. ഗലാത്യർ 4:28-29. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നു, നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്ത പ്രകാരം ജനിച്ചവനാകുന്നു. നമുക്ക് അബ്രഹാമിന്റെ ചരിത്രം നമുക്കറിയാം. അബ്രഹാമിന് തൻ്റെ പ്രായത്തിൻ്റെ നടുവിൽ ഒരു സന്താനമില്ലാതിരിക്കുമ്പോൾ ഒരു വാഗ്ദത്ത സന്തതിയെ ദൈവം കൊടുക്കാമെന്ന് ദൈവം അവന് വാഗ്ദത്തം കൊടുത്തുവെങ്കിലും ആ വാഗ്ദത്തത്തിന് വേണ്ടി അവൻ ഒത്തിരി താമസിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ അവൻ പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടായി. നമ്മുടെ തലമുറകൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇതിന് അവകാശി ആരായിത്തീരും, ഞങ്ങളുടെ അവകാശം എലിയാസർ കൊണ്ടുപോകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ സാറായി അവിടെ ദാസിയായിരുന്ന ഹാഗറിനെ അബ്രഹാമിൻ്റെ അടുക്കലേക്ക് അതിൽ നിന്നൊരു ഇസ്മായിലിനെ അതിൽ നിന്ന് ജനിക്കുന്ന ഒരു സംഭവം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്നു, അവിടെ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്ന് പറയുന്നു, ദാസിയെയും മകനെയും പുറത്താക്കി കളക, ദാസിയുടെ മകൻ സ്വതന്ത്രൻ മകനോട് അവകാശമാകുകയില്ല. അവിടെ അബ്രഹാമിൻ്റെ വീട്ടിൽ 2 സന്താനങ്ങൾ, 2 മക്കൾ ഒരുമിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാമതായി അവിടെ ദാസിയുടെ ഹാഗർ എന്ന ദാസിയിലൂടെ ഉണ്ടായ ഒരു മകനായ ഇസ്മായേലും അവൻ്റെ കൂടെ വളർന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വാഗ്ദത്ത പ്രകാരം ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് അരുളി ചെയ്ത ഇസ്ഹാക്ക് എന്ന വാഗ്ദത്ത പ്രകാരം ജനിച്ച മകനും അബ്രഹാമിൻ്റെ ഭവനത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ ഒരു ദാസിയിൽ നിന്ന് ജനിച്ച ഒരു മകനുണ്ടായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അല്ലെങ്കിൽ പുത്രത്വത്തിൽ ജനിച്ച ഒരു മകനുമുണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു? അവരുടെ ജീവിതത്തിൽ ഈ 2 മകനും കൂടെ ഈ ദാസ്യത്തിൻ്റെ മകനും പുത്ര അവകാശിയായ മകനും കൂടെ ഒരുമിച്ച് പോകാൻ കടയായി വരുമ്പോൾ നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാം. 26 അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നു, ദാസിയെയും മകനെയും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ബെർശേബ മരുഭൂമിയിലേക്ക് കൊടുത്തുവിടുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ അവിടെ കാണുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, സ്വതന്ത്രയുടെ മകൻ ദാസിയുടെ മകനുമായിട്ട് അവകാശമായിരിക്കുവാൻ കഴിയില്ല. പലപ്പോഴും നമ്മുടെ ഈ ദാസ്യത്തിൻ്റെ ആത്മാവ് നമ്മളെ കടന്നു വന്ന് നമ്മളെ ഡിസ്കംഫോർട്ട് ചെയ്യുമ്പോൾ, നമ്മളെ ടെംപ്റ്റ് ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കേട്ടു, ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്, പിന്നെ എന്താണ്? അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് പ്രാപിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് 1 പീറ്റർ 1:7 വായിക്കാം. 1 പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 17. ആമേൻ. താങ്ക് യു ജീസസ്. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിച്ചു. ആമേൻ. സ്തോത്രം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്ക ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം വളരെ ഭയത്തോടെ കഴിക്കുക. അപ്പോൾ ദൈവം നമ്മളെ ആരെ ഭയപ്പെടണം, ആരെ ഭയപ്പെടേണ്ട എന്ന ദൈവവചനത്തിൽ നമ്മൾ പറയുമ്പോൾ യഹോവയെ ഭയപ്പെട്ടത് നമ്മളെ പ്രവാസകാലം, നമ്മുടെ ജീവിതം ഒരു പ്രവാസമാണ്. ഒരു സമയത്തേക്ക് മാത്രം, ഒരു കാലയളവിലേക്ക് മാത്രം ദൈവം നിശ്ചയിച്ച ഒരു ആയുസ്സിൽ മാത്രം നാം ആയിരിക്കുമ്പോൾ നമ്മൾ ആരെ ഭയപ്പെടണം, ആരെ ഭയപ്പെടരുത് എന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ കേൾപ്പിച്ചല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ
പ്രവൃത്തി തക്ക പ്രതിഫലം കൊടുക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. നമ്മുടെ ഒരു പ്രവാസത്തിലേക്കാണ്, നമ്മളൊരു നിത്യതയിലേക്ക് ആമേൻ ചേർക്കപ്പെടേണ്ടതിനാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ അല്പകാലം ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് കഴിയും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം ജഡത്തിൽ വസിക്കും. അനേക ഭയപ്പെടുത്തുന്ന അനേക അന്ധകാര ശക്തികള്, അനേക ദുഷ്ട ശക്തികള് നമ്മുടെ മേൽ അടുത്തു വരുമ്പോൾ ആ ദുഷ്ട സൈന്യത്തോട് ഇന്ന് പകൽക്കാലം പറയാം, ദുഷ്ടമേ നീ എന്നെ വിട്ടു മാറിപ്പോ. ദാസ്യത്തിന്റെ ആത്മാവല്ല ഞാൻ പ്രാപിച്ചിരിക്കുന്നത്, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുമ്പോൾ ആ കുറിവാക്യത്തിലേക്ക് നമ്മൾ കടന്നു. നമ്മൾ കേട്ടത് എന്താ? നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണം ഉള്ള ജനവുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾക്കുവേൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. ഹല്ലേലൂയ. ഇന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഉറപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് പറയുകയാണ്, നിങ്ങൾ നീതിയുള്ള ഒരു ജനമാ, അവൻ നീതിയുടെ മക്കളാണ്. നിങ്ങൾ യഹോവയുടെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവരാണ്. വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതപ്പെട്ടവരാണ്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുവിൻ, മനുഷ്യരെ നിന്നയെ നിങ്ങൾ ഭയപ്പെടരുത്. നമ്മൾ ഭയപ്പെടാതെ ഇന്ന് പകൽക്കാലം നാം ആരെ ഭയപ്പെടണമെന്ന് നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കേൾപ്പിച്ചു. ഇന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുമ്പോൾ നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. കർത്താവ്, എൻ്റെ ഭയങ്ങള്, എൻ്റെ നിരാശകള്, എൻ്റെ വേദനകള് യേശുവിൻ്റെ നാമത്തിൻ്റെ മേൽ ഇന്ന് പകൽക്കാലം മാറി ഒരു പുതിയ ഒരു ആത്മാവിൻ്റെ ശക്തി, പുത്രത്വത്തിന്റെ ആത്മാവ്, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ എൻ്റെ ഹൃദയങ്ങളിലേക്ക് ദൈവം പകരുവാൻ ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ജീസസ്.